എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അനുമോളുടെ? എന്തോ കുഴപ്പമുണ്ടല്ലോ. ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരാളെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. പിന്നെ ഇപ്പം നല്ല എനിക്കിപ്പം എന്താ പറയുക, ഇപ്പം നല്ലൊരു മനുഷ്യനല്ല, അല്ലാതെ പിന്നെ മൃഗമാണോ? നല്ല ഒരാൾ, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അമ്മേ, അയ്യോ. ഓടുന്ന ബസ്സിന്റെ ചിരിക്കുന്ന പെണ്ണിന്റെ പുറകെ പോകരുത് സൂര്യ. പക്ഷെ ഞാൻ ഈ പെണ്ണിന്റെ പുറകെ പോവും. നിന്റെ ബോഡി മൊത്തം വീക്കാ. അതിനേക്കാൾ വീക്ക്നെസ് എനിക്ക് കുട്ടി. തമാശ പറഞ്ഞതാണോ? അന്ന് ചേട്ടാ അങ്ങനെ സംസാരിച്ചത്? എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ഇത് അയ്യോ, അതിലെന്താ ചിരിക്കാനുള്ളത്? മൈക്ക് ഇട്ടിട്ടുണ്ട്, ക്യാമറ ഉണ്ട്, അയച്ചു വരെ നോക്കിക്കൊണ്ടിരിക്കും. ചേട്ടാ ഇത് പ്രാങ്ക് ചെയ്തതാണോ? സ്വത്തും പണം മോഹിച്ചല്ല ഈ മാത്തക്കുട്ടി ഇത്രയും കാലം ഇവിടെ നിന്നത്, അറിയാവോ? ഹനുമാനാണെങ്കിൽ ഞാൻ നെഞ്ചു പൊളിച്ച് കാണിച്ചത്. ശരിക്കും പറ, എന്ത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം. എന്ത് പറയാൻ? പോണം എണീറ്റ്. ഞാൻ ഇപ്പൊ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നില്ല. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. എൻ്റെ കരിയർ അതൊക്കെ നോക്കണം, ഞാൻ ഒന്ന് സെറ്റിൽ ആവണം. ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും ഇതിൽ കിടക്കുന്നതേ ഉള്ളൂ. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. കരിയർ ഒന്നും ആയിട്ടില്ല കേട്ടാ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാനായിട്ട്. ഇപ്പോൾ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നില്ല. പിന്നെ എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അത് പൊട്ടി പാളിഷായി. ആർക്ക് വേണ്ടി ഞാനിനി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം അറിയില്ല. ആ ഒരു അവസ്ഥ വല്ലാത്ത ഒന്നാണ്. കല്യാണമേ ഞാൻ വെച്ച് നിർത്താമെന്ന് തീരുമാനിച്ചതാണ്. പിന്നെ വിചാരിച്ചു അമ്മയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ കല്യാണം എന്നുള്ളത്. അപ്പം അവർ ജീവിച്ചിരിക്കുമ്പോൾ അത് നടത്തി കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. വെറുതെ ഇരുന്ന് നമ്മളെ കൽപ്പില് വേണ്ടാത്ത പൂതിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വീടിൻ്റെ ലോൺ അതൊക്കെ അടയ്ക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെനിക്ക് 2 വർഷത്തിനകത്ത് എനിക്ക് സെറ്റ് ചെയ്യണം. അതിനുള്ളത് എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ എനിക്ക് ഉണ്ടാക്കണം. പല പ്രാരാബ്ദങ്ങളായിട്ട് നടക്കുകയാണേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഗുരുവായൂരുണ്ട്, താലിയേട്ടൻ, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പം നടക്കില്ല. പള്ളിപ്പറമ്പിലാ പോയ വക്കത്തോ ആരും ഇല്ലാത്ത എവിടെയെങ്കിലും പോയിരുന്നിട്ട് കരയണം.